നമസ്കാരം ഡാർക്ക് സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് 3D കീർ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഗ്രീൻ സ്ക്രീൻ എങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രീൻ സ്ക്രീനോ ബ്ലൂ സ്ക്രീനോ ഏത് കളറായാലും നമുക്ക് ഈ കീർ ഉപയോഗിച്ചുകൊണ്ട് പിക്ക് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. ആ രീതിയാണ് കാണിക്കുന്നത്. നമ്മൾ എഡിറ്റ് പേജിലും കാണിക്കുന്നുണ്ട്, ഫ്യൂഷൻ പേജിലും കാണിക്കുന്നുണ്ട്, കളർ പേജിലും കാണിക്കുന്നുണ്ട്. മൂന്നും കാണുക, മൂന്നും ഒരേ മോഡലല്ല കേട്ടോ, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിന് തന്നെ നമുക്ക് ജനറലായിട്ട് എഡിറ്റ് പേജിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം അല്ലേ. ഒരു ഗ്രീൻ സ്ക്രീൻ ഫുട്ടേജ് ഞാൻ ആഡ് ചെയ്തു. ഈ ഗ്രീൻ സ്ക്രീൻ പകരം ബാക്കിൽ ബ്ലൂ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ ആ ഒരു കളറിനെ പിക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ആഡ് ചെയ്ത ശേഷം നമ്മുടെ എഫക്ട്സ് ഉണ്ടല്ലോ, എഫക്ട്സിൻ്റെ അകത്ത് വന്നിട്ട് ഓപ്പൺ എഫക്ട്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. 3D സെർച്ച് ചെയ്ത് തന്നെ 3D കീർ കിട്ടും കേട്ടോ. അപ്പോൾ 3D കീറിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, നമ്മളെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ ഈ ഒരു ഐക്കൺ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലേ. ആ ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ കളർ പിക്ക് ചെയ്യാൻ നോക്കിയാൽ പിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ആരോ മാർക്ക് കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ എഫക്ട്സ് ഓവർലേ കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്, നമ്മൾ ഈ എടുത്ത എഫക്റ്റ് ഓപ്പൺ എഫക്ട്സിൻ്റെ അകത്തു നിന്നാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഓവർലേ ഇട്ടിട്ട് വേണം ഇതിൽ വർക്ക് ചെയ്യാൻ. വേറെ ഒന്നുമില്ല, ഇനി നേരെ ഇവിടെ വരിക, ഇൻസ്പെക്ടറിൻ്റെ അകത്ത് കേട്ടോ. ഇൻസ്പെക്ടറിൻ്റെ എഫക്റ്റിൻ്റെ അകത്ത് ഇവിടെയാണ് കിടക്കുന്നതെങ്കിൽ എഫക്റ്റിലേക്ക് മാറുക. ഈ ഒരു പിക്കർ ഉണ്ടാവും, ഈ പിക്കർ എടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ട ഏരിയയിലൂടെ ഒന്ന് വരച്ചു കൊടുക്കുക, ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, ഓവറായിട്ട് വരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പച്ച കളർ ഇനി ഇവിടെ കാണാനുണ്ട് അല്ലേ. ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഒന്ന് വലുതാകട്ടെ. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ, കുറച്ചും കൂടെ പച്ച കളർ ഇവിടെ ഉണ്ടല്ലേ. ഇപ്പോൾ നമ്മളിവിടെ വരയ്ക്കുന്ന സമയത്ത് നോക്കിയോ ചുവന്ന കളറിലാണല്ലേ വന്നത്. എന്തുകൊണ്ടാണെന്നറിയോ, ചില സമയങ്ങളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പിക്ക് ചെയ്യുന്നതിന് പകരം അവിടെ പ്ലസിന് പകരം മൈനസിലേക്ക് ജമ്പായിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നമ്മൾ പിക്ക് ചെയ്ത ഭാഗങ്ങളിലൂടെ മൈനസ് ആയി പോകും. അപ്പോൾ ചുവന്ന വര വരിക, അല്ലെങ്കിൽ പ്ലസ് ആണെങ്കിൽ നീല വര വരും, മൈനസ് ആണെങ്കിൽ ചുവന്ന വര വരും. ഈ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യത്തെ ഒരു പിക്ക് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ പിക്ക് ചെയ്ത് പോവാം. ഓക്കെയാണ്, ഓൾമോസ്റ്റ് കിട്ടുന്ന രീതിയിൽ പിക്ക് ചെയ്ത് പോവാം. രണ്ടാമത് എന്ത് ചെയ്യണം, വീണ്ടും ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വന്നിട്ട് ഇവിടെ റേക്കണുണ്ടോ പ്ലസ് ബട്ടൺ, ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇനിയും കൂടുതലുള്ള ഭാഗങ്ങൾ ഇതേപോലെ മെല്ലെ പിക്ക് ചെയ്ത് ഒഴിവാക്കുക. ഇനിയും പച്ച കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും ഈ പ്ലസ് ബട്ടൺ തന്നെയാണെന്ന് കൺഫേം ആക്കുക. എന്നിട്ട് വന്നിട്ട് ഈ എഡ്ജിലൊക്കെ വരുന്ന ഏരിയ ഒക്കെ ഒന്ന് മെല്ലെ കണ്ടോ കൂടുതലായിപ്പോയി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാം, റീസെറ്റ് കണ്ടു ഒന്ന് അടിക്കരുത്. നേരെ ഡിലീറ്റ് സ്ട്രോക്ക് എന്നൊരു ഓപ്ഷൻ കണ്ടോ, ഡിലീറ്റ് സ്ട്രോക്ക് കൊടുത്ത് തൊട്ട് മുന്നുള്ള ആ ഒരു സ്ട്രോക്കിലേക്ക് വരും, ആ ഒരു സെറ്റിങ്സിലേക്ക് വരും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഡെസ്പിൽ എന്നുള്ള ഈ ഓപ്ഷൻ മുന്നോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കി പച്ചഭാഗങ്ങളൊക്കെ അങ്ങ് പോയിക്കോളും കേട്ടോ. കൊള്ളാം അല്ലേ. ഇനി നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഫിറ്റ് കൊടുത്താൽ മതി, ഇസെറ്റ് അടിച്ച് കഴിഞ്ഞാലും മതി, ഫിക്സ് ആവും. ഇനി നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത് അറിയോ, വീഡിയോ ഒന്ന് ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കാം. നമ്മുടെ ലൈറ്റിംഗ് ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ ഇനിയും പച്ച സ്ക്രീൻ അവിടെ എവിടെയൊക്കെ ചാടി വരാൻ സാധ്യതയുണ്ട്. ലൈറ്റിംഗ് ഫിക്സഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ക്യാമറയുടെ അകത്ത് നമ്മൾ മാനുവൽ മോഡ് ഇട്ട് അതിൻ്റെ ISO ഒക്കെ അല്ലേ, ലൈറ്റ് മാറി കളിക്കുന്ന ഒരു ഓട്ടോ ഫോക്കസിങ് കാര്യങ്ങളൊക്കെ മാറ്റിയിടണം. ഒക്കെ മാനുവൽ ഫോക്കസ്, മാനുവൽ ലൈറ്റ്, പിന്നെ അതേപോലെ ഫിക്സഡ് ആയിട്ട് ക്യാമറ എവിടെയെങ്കിലും വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഓരോ പോയിന്റിൽ അടുത്തടുത്ത പോയിന്റുകൾ മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പിന്നെയും പച്ച കളർ വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കുറച്ചുകൂടെ പച്ച ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും പ്ലസ് ബട്ടൺ എടുക്കുക, ആ പച്ച ഒന്ന് പിക്ക് ചെയ്ത് കൊടുക്കുക, വേറെ ഇഷ്യൂ ഒന്നുമില്ല. കുറച്ചും കൂടി ലൈറ്റ് കുറവുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നോക്കുക, 3D കീർ ഞാൻ ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് വീഡിയോയിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ മായിച്ചു കേട്ടോ. അപ്പോൾ ഇനി പ്ലേ ചെയ്ത് നോക്കുകയാണ്. പ്ലേ ചെയ്ത് നോക്കുക, കണ്ടോ അവിടെയൊക്കെ വരുന്ന സമയത്ത് ഇവിടേക്ക് വന്നാൽ വീണ്ടും ഇവിടെ പച്ച വന്നു അല്ലേ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ പിക്ക് ചെയ്യരുത്, നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ. അതിന് പകരം ഈ പ്ലസ് ബട്ടൺ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പിക്ക് ചെയ്യാം. പ്ലസ് ബട്ടൺ വീണ്ടും ഇവിടെ കുറച്ചുകൂടി ഭാഗം പോകാനുണ്ടല്ലേ, അപ്പോൾ വീണ്ടും പിക്ക് ചെയ്യുക. ഇനി ഞാൻ കുറച്ച് മുന്നോട്ടേക്ക് കൊണ്ടുവന്നു വീഡിയോ കുറച്ച്. അപ്പോൾ ഇവിടെ കണ്ടോ അവിടെ വീണ്ടും പച്ചയുണ്ട് അല്ലേ, ഇവിടെ പച്ചയുണ്ട്, അതേപോലെ ഇവിടെയൊക്കെ പച്ചയുണ്ട്, അവിടെയൊക്കെ പച്ചയുണ്ട്, അവിടെയൊക്കെ പച്ച കാണുന്നില്ലേ വരയ്ക്കുന്ന സമയത്ത്. പിന്നെ മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും സീനിൽ എവിടെയെങ്കിലുമൊക്കെ പച്ച ഉണ്ടാവും, നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇത് ഞാനിങ്ങനെ പ്രത്യേകം പറയുന്നത് എന്താ പറയുക, കുറച്ച് പേർക്കൊക്കെ ഈ ഡൗട്ട് വന്നിട്ട് എന്നോട് സംശയം ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ചെയ്യാനുള്ള കാരണം കേട്ടോ. ഇപ്പോൾ കണ്ടോ ഓരോ സീനിലും പച്ച ഇങ്ങനെ വേറെ വേറെ കിട്ടുന്നുണ്ട്. അതിനൊക്കെ ഇങ്ങനെ മാറ്റി വെച്ച് പിക്ക് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഡസ്റ്റ്ബിന്നിൽ കയറ്റിയിട്ടിട്ട് സെറ്റാക്കാം. ഇല്ല, നിങ്ങൾ നോക്കുക, നിങ്ങളുടെ വീഡിയോയിൽ എന്തെങ്കിലും പച്ച അങ്ങനെ പ്രത്യേകം പിന്നെ ഇവിടെയൊക്കെ അങ്ങനെ പൊങ്ങി വരുന്നുണ്ട്, അവിടെയൊക്കെ വരച്ച് ഒഴിവാക്കുക. ഇത് പ്ലസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ ഇനി അടുത്തേൽ പറയണ്ടല്ലോ, നമുക്ക് നേരെ ഫ്യൂഷൻ്റെ അകത്തേക്ക് പോകാം. നേരെ ഞാൻ ഫ്യൂഷൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഫ്യൂഷൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത പോലെ അല്ല ആഡ് ചെയ്യുക അല്ലേ. ഈ ഒരു മീഡിയയിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഷിഫ്റ്റ് സ്പേസ് അടിക്കും. നമ്മൾ 3D കീർ അടിച്ച് കഴിഞ്ഞാൽ 3D കീർ കിട്ടും. 3D കീറിന് ആഡ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്പെക്ടറിൽ വരും. ഈ ഒരു പിക്കർ എടുക്കും, ഇതേപോലെ പിക്ക് ചെയ്ത് ഒഴിവാക്കും. ഇവിടെ ഓൾമോസ്റ്റ് നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. ഈ പ്ലസ് ബട്ടൺ എടുക്കുക, വീണ്ടും ഇതേപോലെ മായ്ച്ച് കളയാം. പിന്നെ മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും ആക്കി നോക്കുക. ഇവിടെ എത്തുമ്പോൾ പച്ച ഉണ്ട് അല്ലേ, അപ്പോൾ ഇവിടെ മായ്ച്ച് കളയുക. പിന്നെ എവിടെയൊക്കെ പച്ച വരുന്നുണ്ടോ അവിടെയൊക്കെ ചെന്നിട്ട് പ്ലസ് ബട്ടൺ എടുത്തിട്ട് മായ്ച്ച് ഒഴിവാക്കുക കേട്ടോ. പിന്നെ ബാക്കി ഡസ്റ്റ്ബിന്നിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ,
ഇനി ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻ താഴേക്ക് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിന് കിട്ടും. എന്തെങ്കിലും ഇതേപോലെ കുറച്ചുകൂടി ഷാർപ്പ് ആക്കണോ, ലൈറ്റിൻ്റെ കളർ മാറ്റണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ്. സാധാരണ ഇതിലൊന്നും വേണ്ടതില്ല, പുള്ളി തന്നെ കറക്റ്റായിട്ട് പിക്ക് ചെയ്തോളൂ. നമ്മൾ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി കൊടുത്താൽ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് നമുക്ക് പഠിച്ചെടുക്കാം. എന്തൊക്കെ മാറ്റാൻ പറ്റുന്നുള്ള കൂടുതൽ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇവരെ ഡിലീറ്റ് ചെയ്യണേ. ഇത് നേരെ കളർ പേജിലേക്ക് പോവുകയാണ്. അടുത്ത കളർ പേജിൻ്റെ അകത്താണ്. കളർ പേജിൻ്റെ അകത്താണ് നമ്മൾ കുടുങ്ങാൻ പോകുന്നത്. അതിൻ്റെ എഫക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എഫക്ട്സിൻ്റെ അകത്ത് ഓൺ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3D എന്ന് 3D സ്പേസ് കെ എന്നിട്ട് കഴിഞ്ഞാൽ 3D കെയർ കിട്ടും. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമ്മൾ ഈ ഒരു നോഡിലേക്ക് അപ്ലൈ ചെയ്യും. എന്നിട്ട് ഞാൻ വരച്ച് കഴിഞ്ഞാൽ നോക്കിയോ, ഇതേപോലെ വരച്ച് കഴിഞ്ഞാൽ പിന്നെയും പച്ച പൊങ്ങി വരും. പിന്നെയും വരച്ച് കഴിഞ്ഞാൽ പിന്നെയും പച്ച പൊങ്ങി വരും. ഇത് ഭയങ്കര തലവേദന പിടിച്ച പരിപാടിയല്ലേ. ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഈ ഒരു നോഡിൻ്റെ വർക്ക് സ്പേസ് ഇല്ലേ, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ആൽഫ ഔട്ട്പുട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റില്ലേ. ആഡ് ആൽഫ ഔട്ട്പുട്ട് ഇവിടേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നീല ബട്ടൺ വരും അല്ലേ. ആൽഫ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ PNG ഇമേജുകളൊക്കെ ഇല്ലേ ബാക്കിലൊന്നും ഇല്ലാത്ത, അത് പറയുന്നതാണ് ആൽഫ. എന്നിട്ട് ഈ ആൽഫ ചാനൽ, നീല ചാനൽ എന്നൊരു ലൈൻ വലിക്കുക, ഔട്ടിലേക്ക് കണക്ട് ചെയ്യാം. കണ്ടോ, നമ്മൾ നേരത്തെ ആ മായ്ച്ച ഭാഗങ്ങളൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കാണാത്തതുകൊണ്ടാണ്, ആൽഫ ചാനൽ ഓഫ് ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ അതുപോലെ ഈ എഫക്ട്സ് ആണ്. ഇവിടെ വേറെ ഏതെങ്കിലും ആണെങ്കിൽ മാറ്റിയിട്ട് ഓപ്പൺ എഫക്ട്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനും കൊടുക്കണം കേട്ടോ ഇവിടെ. ഓക്കെ, ഇനി ബാക്കി മായ്ക്കണമെങ്കിൽ എന്ത് ചെയ്യുക, പ്ലസ് ബട്ടൺ എടുക്കുക, ബാക്കി ഭാഗങ്ങളോട് മായ്ച്ച് കളയാം. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് മായിഞ്ഞു അല്ലേ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഡെസ്പിൽ കയറ്റിയിടാം. എന്നിട്ട് നമ്മൾ അവിടെയൊക്കെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഇതേപോലെ റൺ ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും എക്സ്ട്രാ പച്ച കയറി വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ പിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു രീതി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എഡിറ്റ് പേജിൽ, ഫ്യൂഷൻ പേജിൽ, കളർ പേജിൽ 3D കെയർ ഉപയോഗിച്ചുകൊണ്ട് ഗ്രീൻ സ്ക്രീൻ, ബ്ലൂ സ്ക്രീൻ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.